നമസ്കാരം, ഡോക്ടർ ആൽഫീനയാണ്. തൈറോയിഡും അലർജിയും വളരെയധികം ബന്ധമുള്ള, ഒരുപക്ഷെ ഒരു നാണയത്തിന്റെ അപ്പുറവും ഇപ്പുറവും എന്ന് തമ്മിൽ പറയാവുന്ന പോലെ കണക്ഷനുള്ള രണ്ട് പ്രശ്നങ്ങളാണ് തൈറോയിഡും അലർജിയും. ഈ അലർജി എന്ന് പറയുമ്പോൾ അത് എന്ത് ടൈപ്പ് അലർജി ആവാം? ചിലപ്പോൾ റെസ്പിറേറ്ററി അലർജി ആവാം, അല്ലെങ്കിൽ ചില ഫുഡിനോടുള്ള അലർജി ആവാം, അല്ലെങ്കിൽ സ്കിൻ അലർജി ആവാം, എക്സിമ ആവാം, അങ്ങനെ പലതരത്തിലുള്ള അലർജി. ഇതും തൈറോയിഡും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ബന്ധം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ഈ അലർജി എന്നൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ചില ആളുകൾ ചിന്തിക്കുന്ന ഈ അലർജി ഉണ്ടാകുമ്പോൾ എനിക്ക് ഇമ്മ്യൂണിറ്റി തീരെ കുറഞ്ഞതുകൊണ്ടാണ് ഈ അലർജി ഉണ്ടാകുന്നതെന്നാണ്. പക്ഷെ ഇവിടെ ഇമ്മ്യൂണിറ്റി കുറയുമല്ല ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. അതായത് വളരെ നിരുപദ്രവകാരികളായിട്ടുള്ള ചില വസ്തുക്കൾ, ചില മണം, അല്ലെങ്കിൽ പൊടി, അല്ലെങ്കിൽ ക്ലൈമറ്റിന്റെ ചില വേരിയേഷൻ, സാധാരണ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ചില ഭക്ഷണങ്ങൾ, ഇതിനൊക്കെ എതിരെയും, അതായത് പുറത്തുനിന്ന് വരുന്ന വസ്തുക്കൾക്കെതിരെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യാണ്, ആക്രമിക്കുകയാണ്. അവർ കരുതുന്നത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ്. പക്ഷേ ഒന്നും ചെയ്യരുതില്ലാത്ത സാധനങ്ങൾക്കെതിരെയാണ് അവർ ആക്രമിച്ചു തുടങ്ങുന്നത്. അപ്പൊ ഇതിങ്ങനെ തുടങ്ങി കുറച്ചു കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അറിയാവോ? ഇവർ പുറത്തുനിന്നുള്ളവരെ മാത്രമല്ല, നമ്മളെ തന്നെ ആക്രമിച്ചു തുടങ്ങും. അങ്ങനെ എളുപ്പത്തിൽ ആക്രമിക്കാവുന്ന ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു അവയവമാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി. അപ്പൊ ഈ തൈറോയ്ഡ് ഗ്രന്ഥിനെ ആക്രമിച്ചു തുടങ്ങും. അപ്പൊ ഇത് പടികൾ കയറിപ്പോയി. ഇപ്പൊ നമ്മളൊരു ഏണിപ്പടി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ലെവല് പുറത്തുനിന്നുള്ള വസ്തുക്കൾക്കെതിരെ ആക്രമിച്ചു തുടങ്ങും. അത് ടൈപ്പ് 1, സ്റ്റെപ്പ് 1 ആയി. ഇത് രണ്ടാമത്തെ പടി, മൂന്നാമത്തെ പടി, നാലാമത്തെ പടി, പടികൾ കയറും തോറും നമ്മളെ തന്നെ ആക്രമിക്കാൻ തുടങ്ങും. അങ്ങനെ ഇത് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിലേക്ക് വരും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് തൈറോയ്ഡ് രോഗികൾക്ക് അലർജി പ്രശ്നം ഉണ്ടാകുന്നത്? അതായത് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിലേക്ക് വരുന്നു, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം തകരാറായി. ഇനി ഈ റിലേഷൻ കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഒരു തൈറോയ്ഡ് രോഗിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കുക. അവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അലർജിയുടെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് തുമ്മലാവാം, ശ്വാസമുട്ടാവാം, സ്കിൻ പ്രശ്നങ്ങളാവാം. ഇത് ഭാവിയിൽ അവർക്ക് വരാനിരിക്കുന്ന തൈറോയ്ഡ് പ്രശ്നങ്ങളുടെ ഒരു ആദ്യത്തെ സിഗ്നലിംഗ് ആണ്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലായി കഴിഞ്ഞു, അവർ ആദ്യം പുറത്തുനിന്നുള്ളവരെ ആക്രമിക്കും, പിന്നീട് സ്വന്തക്കാരെ ആക്രമിക്കും, അല്ലെ, സ്വന്തം അവയവങ്ങളെ ആക്രമിക്കും. ഈ തൈറോയിഡിൽ തന്നെ ആക്രമിച്ച് പല രീതിയിൽ വരും. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. അപ്പൊ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുക? ഇമ്മ്യൂൺ സിസ്റ്റമാണ് പ്രശ്നക്കാരൻ. അപ്പൊ അത് അലർജിയിലും ഹാഷിമോട്ടോസിലും ആരാണ്? ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ എന്ത് ചെയ്യും? നമ്മൾ അലർജിക്ക് മരുന്ന് കഴിക്കും, അല്ലെ? അത് ആന്റി ഹിസ്റ്റമിൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഹേലർ ആയിക്കോട്ടെ, സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകൾ എക്സ്റ്റേണലി തേക്കാനൊക്കെ ഉപയോഗിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവരെ ബോധം കെടുത്തി കളയാൻ. അപ്പൊ ശരിക്കും ഈ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് നേരെ ആക്കണം. അതല്ലേ നമ്മൾ ശരിക്കും ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഹാഷിമോട്ടോസിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഇപ്പം നിലവിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഹാഷിമോട്ടോസിന്റെ ഒരു സിംറ്റം മാത്രമാണ് നിങ്ങൾക്ക് T3 T4 കുറയുന്നത്, അല്ലെങ്കിൽ TSH കൂടി പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഹോർമോൺസിനെ മാത്രമേ നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ. ബാക്കിയുള്ള പ്രശ്നങ്ങളിലേക്കോ ഇമ്മ്യൂൺ സിസ്റ്റത്തിനോ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും മാറാതെ. നിങ്ങൾ 20 കൊല്ലോ 30 കൊല്ലോ 50 കൊല്ലോ ഗുളിക കഴിച്ചാലും തൈറോയിഡിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ക്ഷീണവും ബുദ്ധിമുട്ടും വേദനയും പ്രശ്നങ്ങൾ കൂടി വരുന്നു. അതുപോലെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിൽ നിന്ന് മൾട്ടിപ്പിൾ ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. അതായത് ഒരു അവയവത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നവൻ അതിൽ നിന്ന് മറ്റു അവയവങ്ങളെയും കൂടി ആക്രമിച്ചു തുടങ്ങി. അപ്പൊ ശരിക്കും ഇതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നേരെയാക്കണം. നമ്മുടെ തന്നെ അവയവമാണിത്. ഇപ്പൊ തൈറോയിഡ്, ഹാഷിമോട്ടോസിനെ സംബന്ധിച്ചാണെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി നമ്മുടെ തന്നെയാണ്, അത് ഒരു ശത്രുവല്ല എന്നുള്ള കാര്യം നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബോധ്യപ്പെടുത്തിയെടുക്കണം. പക്ഷെ ഇന്ന് നിലവിൽ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല. ഈ കഴിഞ്ഞ വർഷം ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു നമ്മുടെ ശരീരത്തിന് ഓട്ടോ ഇമ്മ്യൂണിറ്റിനെ റിവേഴ്സ് ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട് എന്ന്. അതിനവർ നോബൽ പ്രൈസ് വരെ കൊടുത്തു. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഒരു കഴിവ് ഈ കഴിഞ്ഞ വർഷമാണോ ശരീരത്തിന് കിട്ടിയത്? ശരീരം ഉണ്ടായ കാലം മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രീതിക്ക് യാതൊരു മാറ്റവും ഇല്ല, അല്ലെ? അന്ന് മുതലേ ശരീരമുണ്ട്, ഇന്ന് ശരീരമുണ്ട്. അപ്പൊ ആയുർവേദത്തിന്റെ പ്രസക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പറ്റിയും അതിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയും അത് എങ്ങനെ പരിഹരിക്കണമെന്നും എത്ര ഭംഗിയായിട്ടാണ് വിശദീകരിച്ച് വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ആ കാര്യമാണ് നമ്മളിവിടെ പേഷ്യൻസിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇപ്പൊ ഞാൻ ചില വീഡിയോകളൊക്കെ ചെയ്യുമ്പോഴേ ചില മോഡേൺ ഡോക്ടർമാരൊക്കെ വന്നിട്ട് ഹാഷിമോട്ടോസ് എന്നുള്ളത് ഞങ്ങളുടെയാണ്, ആയുർവേദത്തിന് തൈറോയിഡ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് കമന്റുകളൊക്കെ ഇടാറുണ്ട്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഈ രീതിയിൽ വിശദീകരിക്കുന്നത്? ഇന്നത്തെ സാധാരണ മനുഷ്യർക്ക് ഈ ഒരു അറിവേ ഉള്ളൂ. ഞാനിവിടെ ഇരുന്ന് ആയുർവേദത്തിലെ ശ്ലോകങ്ങൾ ഇങ്ങനെ നീട്ടി വിവരിച്ചു കൊടുത്താൽ ആയുർവേദക്കാർക്ക് പോലും മനസ്സിലാവില്ല. പിന്നെ എങ്ങനെ ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവും? അപ്പൊ ഇന്ന് നിലവില്
ഉള്ള അറിവനുസരിച്ചല്ലേ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. പിന്നെ ശരീരത്തെ പറ്റി നമ്മൾ രണ്ടു കൂട്ടരും ഒരേ രീതിയിലല്ലേ പഠിക്കണേ. നിങ്ങൾക്ക് എക്സ്ട്രാ അവയവം ഇല്ല, ഞങ്ങൾക്കും എക്സ്ട്രാ അവയവമൊന്നുമില്ല. ശരീരത്തിന്റെ പ്രവർത്തനം അവിടെയും ഇവിടെയും സെയിം ആണ്. രണ്ട് രീതിയിൽ മനസ്സിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ശരിക്കും ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ തൈറോയ്ഡ് രോഗികൾക്ക് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ മാത്രം മാറിയാൽ പോരാ, അലർജിയുടെ ബുദ്ധിമുട്ടുകൾ മാറണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശരിക്കും അതിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സപ്പോർട്ട് കൊടുക്കുക. തെറ്റായ രീതിയിൽ പോകുന്നവനെ നമ്മൾ നേർവഴിക്ക് കൊണ്ടുവരിക. അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ അത് പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നുവാലും അതത്ര എളുപ്പപ്പണിയല്ല. വളരെ കൃത്യമായിട്ട് ചിട്ടയോടുകൂടി കുറച്ച് നാള് ചില കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് അതിനെ ഒന്ന് നേരെയാക്കി എടുക്കാൻ പറ്റൂ. ഇപ്പൊ ഞാൻ എത്ര വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ അടിയിൽ ആളുകൾ പറയും, ഇത്രയും ഡീറ്റെയിൽ പറഞ്ഞില്ലേ, ഇനി അതിന്റെ സൊല്യൂഷൻ കൂടെ പറഞ്ഞതാ. അങ്ങനെ എന്തെങ്കിലും എളുപ്പത്തിൽ എന്തെങ്കിലും പണി ചെയ്ത് മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയധികം ഹാഷിമോട്ടോസ് രോഗികൾ ഉണ്ടാവില്ലായിരുന്നു. ശരിയല്ലേ? അപ്പൊ ഇത് അത്ര എളുപ്പപ്പണിയല്ല. അവരവിടെ നോബൽ പ്രൈസും കൊടുത്ത് ഇനി അതിന്റെ ട്രയലും കാര്യങ്ങളും ചെയ്ത് മരുന്ന് കണ്ടുപിടിച്ച് വരണം. അത് കണ്ടുപിടിക്കുമ്പോഴേക്കും നമ്മുടെ തലമുറയിൽപ്പെട്ട ആർക്കെങ്കിലും അതിന്റെ ഗുണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും ദാരിദ്ര്യമുള്ള ഒരു സംഗതിയാണ് ശരിയായ ഹെൽത്ത് ഇൻഫർമേഷൻസ്. നമ്മുടെ അസുഖത്തെ പറ്റി ശരിയായ ഒരു അറിവ് ഇന്ന് ആർക്കും ഇല്ല. അതുകൊണ്ടാണ് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും അരച്ച് കലക്കിയാൽ നിങ്ങളുടെ പ്രശ്നം മാറുന്നു കേൾക്കുമ്പോഴേക്കും ഓടിപ്പോയി അതിൽ പോയി പെടുന്നതും ഒറ്റമൂലി ചികിത്സകളായിക്കോട്ടെ, സപ്ലിമെന്റുകളായിക്കോട്ടെ, അതിന്റെ എല്ലാം പ്രശ്നത്തിൽ നമ്മൾ പോയി പെടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ശരിയായ അറിവ് കിട്ടുക, അതനുസരിച്ച് ശരിയായ രീതിയിൽ ചിന്തിച്ച് അതിന് ശരിയായ ചികിത്സ കിട്ടുന്നിടം തേടി പോവുക.